കണ്ണൂർ ജില്ലയെ ഇളക്കിമറിച്ച് കെ സുരേന്ദ്രന്റെ പദയാത്ര. കണ്ണൂർ ജില്ലയിലെ പദയാത്ര ഉദ്ഘാടനം ചെയ്ത നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ കേന്ദ്രം ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടുത്തിയാൽ അത് നടപ്പിലാക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കണ്ണൂർ നഗരത്തെ ആവേശം കൊള്ളിച്ചായിരുന്നു പദയാത്ര. ആയിരക്കണക്കിന് പ്രവർത്തകർ പദയാത്രയുടെ ഭാഗമായി. പദയാത്ര ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. പദയാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പിണറായിയുടെ നാശമാകുമുണ്ടാവുകയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രകടന പത്രികയിൽ കേന്ദ്രം ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടുത്തിയാൽ അത് നടപ്പാക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ? അത് സംഭവിച്ചിരിക്കും. തിരുവനന്തപുരത്ത് ഈ യാത്രയുടെ പരിസമാപ്തി കുറിക്കപ്പെടുമ്പോൾ ഈ അധമ ഭരണത്തിന് മേൽ ഇടുത്തി വീഴണ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ പദയാത്ര കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹം, നന്ദി, നമസ്കാരം. പിണറായി അധികാരത്തിലെത്തിയ ശേഷം പിണറായിയുടെ കുടുംബവും മറ്റു മന്ത്രിമാരുടെ കുടുംബവുമാണ് ശരിയായതെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു. പിണറായി വിജയന്റെ നാട്ടിലാണ് നാം നിൽക്കുന്നത്. പിണറായി വിജയന്റെ നാട്ടിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കും എന്നുള്ളതായി. LDF വന്നാൽ എല്ലാം ശരിയാവും. പിണറായി വിജയൻ വന്നിട്ട് എന്തെങ്കിലും ശരിയായിട്ടുള്ളത് പിണറായി വിജയന്റെ കുടുംബത്തിനും 20 മന്ത്രിമാരുടെ കുടുംബത്തിനും മാത്രമാണ്. ബാക്കി എല്ലാവരെയും പിണറായി വിജയന്റെ സർക്കാർ ശരിയാക്കി കളഞ്ഞിരിക്കുന്നു. അതേസമയം കേരളത്തിൽ ഇത്തവണ ചർച്ച ചെയ്യുക മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും 200-ലധികം പ്രവർത്തകരും നേതാക്കളുമാണ് പുതുതായി BJP-യിലേക്ക് എത്തിയത്. ജനം, കണ്ണൂർ.